സോയാബീൻ മസാല കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായ മെത്തേഡുകളിലൂടെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ള വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും K4 കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കറി തയ്യാറാക്കാനായിട്ട് 250 സോയാബീനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഈ സോയാബീൻ നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. അതിനായിട്ട് സോയാബീനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം വെള്ളവും കൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ സോയാബീൻ ചെറിയൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ചിലവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അത് മാറി കിട്ടുകയും ചെയ്യും, കറിക്ക് നല്ലൊരു രുചിയും കിട്ടും. അപ്പോൾ അതിനാണ് നമ്മളിങ്ങനെ പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കറി തയ്യാറാക്കാൻ വേണ്ട അത്യാവശ്യ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1/4 കിലോ ഉരുളക്കിഴങ്ങ് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒരു 3/4 പാത്രം വേവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സോയാബീൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി 30 ഗ്രാം, ഇഞ്ചി 30 ഗ്രാം, പച്ചമുളക് നീളത്തിലരിഞ്ഞത്, 1/2 കിലോ സവാള നീളത്തിലരിഞ്ഞത്, 1/4 കിലോ തക്കാളി നീളത്തിലരിഞ്ഞത്, 1/2 കപ്പ് തേങ്ങാപ്പാൽ. അപ്പോൾ നമ്മുടെ സോയാബീൻ നന്നായി വെന്ത് വന്നിട്ട് ഇത് ഇനിയൊന്ന് വെള്ളമൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. കറി തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കാം. ഈ ചൂടായ ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർക്കാം. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്ന ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്ത് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആണ് വരുന്നത് വഴറ്റാം. ഇത് സോഫ്റ്റായി വന്ന ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. അതിനുശേഷം നമുക്ക് സവാളയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്കിത് ചേർക്കാനുള്ള മസാലയൊക്കെ ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മുളക് പൊടി ചേർക്കുക, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഈ കാണുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചേർക്കുക. അപ്പോൾ കറിയിൽ ഇങ്ങനെ എടുത്ത് വെച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ മസാല പൗഡറുകളൊന്നും മിക്സ് ആകാണ്ട് നമുക്ക് കറികളിൽ ചേർക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സവാള നല്ല ഗോൾഡൻ കളർ ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ച മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ എന്നിട്ട് നല്ല ചൂടിൽ നല്ല മസാലയുടെ പച്ചപ്പൊക്കെ മണം മാറണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറിയിലെപ്പോഴും ചൂടുവെള്ളം ഒഴിക്കണമെങ്കിൽ നല്ലത്, തണുത്ത വെള്ളത്തേക്കാളും നല്ലത്. അത് വഴറ്റി ഒന്ന് സെറ്റായ ശേഷം അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളി കൂടി ചേർത്ത് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ലിറ്റർ വെള്ളം ചേർക്കാം. വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് 10 മിനിറ്റ് ഒരു ഇടത്തരം ചൂടിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതായത് നമ്മളുടെ ഗ്രേവിയൊക്കെ നന്നായി വെന്ത് കുറുകി വന്നുകൊണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സോയാബീനും ഉരുളക്കിഴങ്ങും ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് കറിയിൽ ചേർക്കേണ്ട എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മസാല പരുവത്തിലാണ് കറി കഴിക്കാൻ താല്പര്യമെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കറിയിൽ ചേർക്കുന്നത് കുറക്കുക. ഇതിലേക്ക് ഇനി ആവശ്യം നമുക്ക് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് ഇടത്തരം ചൂടിൽ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സോയാബീൻ നന്നായിട്ട് വെന്ത് ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി സ്മെല്ലൊക്കെയാണ് വന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലും കൂടി ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ട് ചെറിയ ചൂടിൽ അല്പസമയം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി തയ്യാറാണ്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം പെരിഞ്ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് സർവിംഗ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ ചപ്പാത്തിൻ്റെയും ചോറിൻ്റെയും കൂടെ ബെസ്റ്റ് സൈഡ് ഡിഷായിരിക്കും. അപ്പോൾ ഇത് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണുന്നവരേക്കും ബൈ ഫ്രം ടീം K4 കിച്ചൺ.